ഇത് നമ്മളിപ്പോൾ ഒരു റെഡ് വ്യൂ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഫ്ലെക്സ് 1 കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് എൻ്റെ സ്പേസ് മുഴുവൻ കവറായിട്ട് നിൽക്കും. നമ്മൾ മറ്റൊരു വ്യൂ ആഡ് ചെയ്യുകയാണ്. വ്യൂ ആഡ് ചെയ്തു കയ്യിൽ അതിനും ഫ്ലെക്സ് 1 കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കളറ് ഗ്രീൻ കൊടുത്തു. ഉള്ളിൽ വേറെ കമ്പോണൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളതിനെ സെൽഫായിട്ട് ക്ലോസ് ചെയ്തു. ഇപ്പോൾ ആ ഒരു സ്പേസിനെ അത് ഹാഫായിട്ട് എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പറഞ്ഞത് ഫ്ലെക്സ് 1 കൊടുത്താൽ എത്ര സ്പേസ് ഉണ്ടോ ആ സ്പേസ് മുഴുവൻ ആ കമ്പോണൻറ്റ് യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇപ്പം നമുക്ക് 100% ഉള്ളൊരു പേരൻ്റ് വ്യൂ ഉണ്ട്. അതിനുള്ളിൽ നമ്മൾ ഒരു റെഡ് വ്യൂ ഉണ്ട്. ആ വ്യൂവിന് നമ്മൾ ഫ്ലെക്സ് 1 കൊടുത്തു. സെയിം അതേപോലെ തന്നെ നമ്മൾ ആ ഗ്രീൻ വ്യൂവിനും ഫ്ലെക്സ് 1 കൊടുത്തിട്ടുണ്ട്. അപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര സ്പേസ് ഉണ്ടോ ആ സ്പേസിനെ ഈക്വലായിട്ട് അത് ഡിവൈഡ് ചെയ്തെടുക്കും. അതായത് രണ്ട് വ്യൂവും പേരൻ്റ് വ്യൂവിൽ എത്ര സ്പേസ് ഉണ്ടോ ആ സ്പേസിനെ ഡിവൈഡ് ചെയ്തെടുക്കും ഈക്വലി. നമുക്ക് മൂന്നാമതൊരു വ്യൂ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ വ്യൂവിന് നമ്മൾ ബ്ലൂ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു സ്പേസിനെ അത് 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് ഈ ഓരോ വ്യൂവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും, വിഡ്ത്ത് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഈ സെയിം തന്നെ നമുക്ക് പേരൻ്റ് വ്യൂവിന് ഫ്ലെക്സ് ഡയറക്ഷൻ കൊടുത്തു നോക്കാം. ഫ്ലെക്സ് ഡയറക്ഷൻ റോ കൊടുത്തു. റോ കൊടുക്കുമ്പോൾ എന്തുവാ, എത്ര സ്പേസ് ഉണ്ടോ ആ സ്പേസിനെ ഈക്വലായിട്ട് അത് ഡിവൈഡ് ചെയ്തെടുത്തു. എത്ര വ്യൂ ഉണ്ടോ അത്രയും വ്യൂവിന് ഈക്വലായിട്ട് എടുക്കും. അതാണ് ഫ്ലെക്സ് കൊടുക്കുന്നത് കൊണ്ടുള്ള മെച്ചം. എന്ന് വെച്ചാൽ നമുക്കത് ഡൈനാമിക് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഫ്ലെക്സ് 1 ആണ് ആ ഒരു പേരൻ്റ് വ്യൂവിന് കൊടുത്തത്. അതിന് പകരം നമ്മളൊരു വിഡ്ത്ത് ഒരു 200 കൊടുക്കുകയാണെങ്കിൽ വിഡ്ത്ത് ഒരു 200 കൊടുത്തു, ഹൈറ്റ് ഒരു 500 കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു പേരൻ്റ് വ്യൂവിൻ്റെ ഹൈറ്റും പേരൻ്റ് വ്യൂവിൻ്റെ വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് അത് 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫ്ലെക്സ് 1 തന്നെ കൊടുക്കാം. ഇപ്പം നമുക്ക് 3 വ്യൂ ഉണ്ട്. ഞാൻ ഇനി 4മതൊരു വ്യൂ ആഡ് ചെയ്യുകയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് യെല്ലോ എന്ന് കൊടുത്തു. സേവ് ചെയ്തു. പക്ഷെ നമുക്ക് ആ വ്യൂവിന് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ അതിന് ഹൈറ്റോ വിഡ്ത്തോ ഫ്ലെക്സോ കൊടുത്തിട്ടില്ല. നമുക്കിനി വിഡ്ത്ത് കൊടുത്ത് നോക്കാം. വിഡ്ത്ത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഇൻറ്റിജർ വാല്യൂ ആയിട്ട് കൊടുത്തു. ഹൈറ്റും ഒരു 100 പിക്സൽ കൊടുത്തു. സോറി, ബാക്ക്ഗ്രൗണ്ട് കളറുന്നുണ്ട്. ഇപ്പം നമ്മുടെ വ്യൂ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വ്യൂവിനെ നമുക്ക് റെഡിൻ്റെ അവിടേക്ക് കൊണ്ടുവരണം. അതായത് ഈ ഒരു വ്യൂവിനെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അതിന് യൂസ് ചെയ്യുന്നതാണ് പൊസിഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി. പൊസിഷൻ, അതിൻ്റെ വാല്യൂ അബ്സല്യൂട്ട് കൊടുക്കണം.
പൊസിഷൻ അബ്സല്യൂട്ട് കൊടുക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കമ്പോണൻറ്റ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരും. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു നൂല് കെട്ടിയിടുന്ന പോലെയാണ് നമ്മുടെ കമ്പോണൻസ് എല്ലാം ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ പൊസിഷൻ അബ്സല്യൂട്ട് കൊടുക്കുമ്പം ആ ഒരു കമ്പോണൻറ്റ് അതിൽ നിന്ന് മാറി നിൽക്കും. അപ്പോൾ എന്താ പൊസിഷൻ അബ്സല്യൂട്ട് കൊടുത്തപ്പോഴത്തേനും അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഏതാണോ അങ്ങോട്ടേക്ക് വന്നു. അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഏറ്റവും ടോപ്പിലാണ്, ഏറ്റവും ലെഫ്റ്റ് സൈഡിലാണ്. അതുപോലെ തന്നെ നമുക്കിനി അതിൻ്റെ പൊസിഷൻ പറഞ്ഞു കൊടുക്കണം. ഇനി അത് എവിടെ വരണമെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിനു വേണ്ടി നമ്മൾ ടോപ്പ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. ടോപ്പ് ഒരു 10 കൊടുത്താൽ കണ്ടോ, ടോപ്പിൽ നിന്ന് അത് എത്ര വേണോ ആ ഒരു 10 പിക്സൽ ടോപ്പിൽ നിന്ന് അത് താഴേക്ക് മാറും. അതായത് മാർജിൻ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ. പക്ഷെ ഇവിടെ നമ്മൾ മാർജിൻ ടോപ്പ്, മാർജിൻ ലെഫ്റ്റ് അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കുന്നത്, ടോപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ടോപ്പിൽ നിന്ന് എത്ര മാറിക്കണം. അതേപോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് ഒരു 50 പിക്സൽ മാറി കൊടുക്കുകയാണെങ്കിൽ അത് ലെഫ്റ്റിൽ നിന്ന് 50 പിക്സൽ മാറി നിൽക്കും. റൈറ്റ് 30 കൊടുത്ത് നോക്കാം. അപ്പം അത് റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. മാർജിൻ ലെഫ്റ്റ് കൊടുത്തപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തായിരുന്നു വന്നിരുന്നത്. പക്ഷെ അതിൽ തന്നെ നമ്മൾ മാർജിൻ റൈറ്റ് കൊടുത്താൽ വർക്കാകത്തില്ല. കാരണം നമ്മൾ മാർജിൻ അവിടെ വേറെ കുറച്ച് സ്പേസ് കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പൊസിഷൻ അബ്സല്യൂട്ട് വെച്ച് കൊടുത്തപ്പോഴത്തേനും അത് റൈറ്റ് സൈഡിലോട്ട് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തൊരു വാല്യൂ ആണ് ബോട്ടം. ബോട്ടം 30 കൊടുത്താൽ 30 പിക്സൽ ബോട്ടത്തിൽ നിന്ന് അത് മാറി നിൽക്കും. പക്ഷെ ഇപ്പം നമുക്ക് അവിടെ എത്ര സ്പേസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ടോപ്പിനെ കമൻറ്റ് ചെയ്ത് നോക്കാം. ടോപ്പിനെ കമൻറ്റ് ചെയ്തപ്പം ബോട്ടത്തിൽ നിന്നുള്ള റൈറ്റിൽ നിന്നുള്ള സ്പേസ് മാത്രമാണ് അതിനെ എടുക്കുന്നത്, ആ കമ്പോണൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇതാണ് പൊസിഷൻ അബ്സല്യൂട്ട്. പൊസിഷൻ റിലേറ്റീവ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട്. റിലേറ്റീവ് എന്ന് വെച്ചാൽ നമ്മുടെ ഇനീഷ്യൽ ഉണ്ടായിരുന്ന പോലെ തന്നെ വർക്ക് ചെയ്യും. ഇപ്പോൾ റൈറ്റും ബോട്ടും കിടക്കുന്നതുകൊണ്ടാണ്. നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടിയാണ്, നമ്മളൊരു വ്യൂവിന് കൊടുക്കുന്ന പ്രോപ്പർട്ടിയാണ് ബോർഡർ റേഡിയസ്. അത് നമ്മളൊരു 10 കൊടുക്കാം. ബോർഡർ റേഡിയസ് എന്ന് വെച്ചാൽ ഈ ഒരു കമ്പോണൻറ്റിൻ്റെ കോർണേഴ്സിൽ നമുക്കൊരു റേഡിയസ് ആയിട്ട് വർക്ക് ചെയ്യും. അതൊരു സ്റ്റൈലിംഗ് പ്രോപ്പർട്ടിയാണ്. സേവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഒരു കർവ് വന്നിട്ടുണ്ടല്ലോ, അതാണ് ബോർഡർ റേഡിയസ് എന്ന് പറയുന്നത്. ബോർഡർ റേഡിയസ് എന്ന് തന്നെ കൊടുത്താൽ അത് ആ കമ്പോണൻറ്റിൻ്റെ 4 കോർണേഴ്സിലും അത് അഫക്റ്റ് ചെയ്യും. നമുക്ക് ടോപ്പിൽ മാത്രം മതി എന്നാണെങ്കിൽ ബോർഡർ ടോപ്പ് ലെഫ്റ്റ് റേഡിയസ് 10 എന്ന് കൊടുക്കും. ഇപ്പോൾ എന്താ, ബോർഡർ ആണ്, ടോപ്പാണ്, അടുത്തത് ലെഫ്റ്റ് റേഡിയസ്. അതായത് ബോർഡർ ടോപ്പ് ലെഫ്റ്റ് റേഡിയസ് 10 അതിന് മാത്രമേ വന്നിട്ടുള്ളൂ. സെയിം അതേപോലെ തന്നെ റൈറ്റ് കൊടുത്താൽ
റൈറ്റ് സൈഡിലും വരും. കൊടുത്തപ്പോൾ അവിടെ വന്നു. സെയിം നമുക്ക് അവിടെ ആ റൈറ്റിലൊരു 20 കൊടുത്താൽ കുറച്ചുകൂടെ കൂടും. അവിടെ 50 കൊടുത്താലോ കുറച്ചുകൂടെ കൂടും. ഇനി ഇതിനെ നമുക്കൊരു സർക്കിൾ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സർക്കിൾ ആക്കണമെങ്കിൽ നമ്മൾ ബോർഡർ റേഡിയസ് എന്ന് പറയുന്നത് ഹൈറ്റിൻ്റെയോ വിഡ്ത്തിൻ്റെയോ ഹാഫ് കൊടുക്കും. അപ്പം നമ്മുടെ ഹൈറ്റ് 100 ആണ്. അപ്പം നമ്മളിവിടെ ഒരു 50 കൊടുത്താൽ അതൊരു സർക്കിളായി. നമ്മളിനി ജസ്റ്റ് ആ ബോർഡർ റേഡിയസ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണ്. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ബോർഡർ വിഡ്ത്ത്. ബോർഡർ വിഡ്ത്ത് നമ്മളൊരു 1 കൊടുത്തു. അതായത് ഈ പ്രോപ്പർട്ടിയുടെ നെയിം പോലെ തന്നെ ബോർഡറിൻ്റെ വിഡ്ത്ത് അതാണ്. അതിന് 1 പിക്സൽ കൊടുത്തപ്പോഴത്തേനും അതിന് ചെറിയൊരു വിഡ്ത്ത് വന്നിട്ടുണ്ട്. നമ്മളൊരു 10 കൊടുത്താൽ കണ്ടില്ലേ, ആ ബോർഡറിൻ്റെ വിഡ്ത്ത് 10 പിക്സൽ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഡിഫോൾട്ട് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. അപ്പോൾ നമുക്ക് കളർ മാറ്റണമെങ്കിൽ ബോർഡർ കളർ എന്ന് പറഞ്ഞ അടുത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് നമുക്ക് വൈറ്റ് കൊടുത്ത് നോക്കാം. ഇപ്പോൾ വൈറ്റ് ആയിട്ടുണ്ട്. ഗ്രീൻ കൊടുത്ത് നോക്കാം. കളർ ചേഞ്ച് ചെയ്ത് ഗ്രീൻ ആയിട്ടുണ്ട്. നമുക്ക് ബോർഡർ വിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോർഡർ റേഡിയസ് ഒന്ന് അൺകമൻറ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ സർക്കിൾ ആയിട്ടുണ്ട്. അതിനൊരു ബോർഡറും വന്നിട്ടുണ്ട്. ബോർഡർ റേഡിയസ് കമൻറ്റ് ചെയ്യാം. ബോർഡർ വിട്ട് ഒരു 1 ആക്കാം. 1 അല്ല, ഒരു 5 ആക്കാം. ഇപ്പം നമ്മൾ ഈ ബോർഡർ കളർ എന്ന പ്രോപ്പർട്ടി കൊടുത്തപ്പം ഇതിൻ്റെ ആ ബോർഡർ ഫുള്ള് ആ ഒരു കളർ വന്നു. ഇനി നമുക്ക് അതങ്ങ് കമൻറ്റ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ടോപ്പിൽ മാത്രം മതി ഗ്രീൻ കളറെങ്കിൽ ബോർഡർ ടോപ്പ് കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ എന്താ നടക്കുന്നത്? ടോപ്പിലെ ബോർഡറിന് മാത്രം ഗ്രീൻ കളർ വന്നു. സെയിം നമുക്ക് 4 സൈഡിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്കിങ്ങനെ കളർ മാറ്റി കൊടുക്കാൻ പറ്റും. ബോർഡർ ബോട്ടം കളർ ബ്ലൂ, ബോർഡർ റൈറ്റ് കളർ യെല്ലോ. ഇപ്പോൾ ബോർഡർ ടോപ്പിൽ ഗ്രീൻ കളർ വന്നു, ബോട്ടത്തിൽ ബ്ലൂ വന്നു, റൈറ്റ് സൈഡിൽ യെല്ലോ വന്നു. നമുക്ക് ബോർഡർ വിട്ടും അങ്ങനെ കൊടുക്കാം. ഒരു സൈഡ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ബോർഡർ ബോട്ടം ബോർഡർ ബോട്ടം വിട്ട് ഒരു 20 കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ, ആ ബോട്ടത്തിലെ വിട്ട് കൂടിയിട്ടുണ്ട്. അതായത് നമ്മളെ ഓക്കെ, ഇതൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ആ പേജ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വ്യൂ ഉണ്ട്. ഇതിൻ്റെ സ്റ്റൈൽ ഫ്ലെക്സ് 1 ആണ്. അപ്പോൾ ഈ ഒരു എൻ്റയർ ഏരിയ മൊത്തം ആ ഒരു വ്യൂ ഉണ്ട്. അതിനുള്ളിൽ നമ്മളൊരു വ്യൂ കൊടുത്തിട്ടുണ്ട്.
അതിനിപ്പോൾ കാണാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ഹൈറ്റ് വിട്ടും ഫ്ലെക്സ് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് വിട്ട് കൊടുക്കാം. വിട്ട് നമ്മളിപ്പോൾ ഇത്രയും നാൾ ഒരു പിക്സൽ വാല്യൂ ആയിരുന്നു പറഞ്ഞു കൊടുത്തത്. നമുക്കിനി അതൊരു പെർസെൻറ്റേജ് ആയിട്ട് കൊടുക്കാം. പെർസെൻറ്റേജ് ആയിട്ട് കൊടുക്കുന്നതിന് നമ്മൾ സിംഗിൾ കോട്ട്സ് ഇട്ടിട്ട് എത്ര പെർസെൻറ്റേജ് ആണോ വേണ്ടത് അത്രയും കൊടുക്കുന്നു, പെർസെൻറ്റേജ് സൈൻ കൊടുക്കുന്നു. സെയിം അതേപോലെ തന്നെ ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, സിംഗിൾ കോട്ട്സ് ഇടുന്നു, എത്ര വേണമെന്ന് കൊടുക്കുന്നു, പെർസെൻറ്റേജ് സൈൻ ഇടുന്നു. പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൂടെ കൊടുത്തു നോക്കാം. ഇപ്പോൾ എന്താ വിത്ത് 50%, എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ഈ പേരൻ്റ് വ്യൂവിൻ്റെ 50% വിട്ടെടുക്കും. സെയിം ഹൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു പേരൻ്റ് വ്യൂവിൻ്റെ 20% ഹൈറ്റ് എടുക്കും. ഇപ്പോൾ 50% തന്നെ ഹൈറ്റ് കൊടുത്താൽ അത് ഈ ഒരു വ്യൂവിൻ്റെ 50% എടുക്കും. നമുക്ക് വിട്ടും ഹൈറ്റും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പെർസെൻറ്റേജ് വെച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് 20 തന്നെ കൊടുക്കുന്നു. ഇനി നമ്മൾ മറ്റൊരു സ്റ്റൈൽ പ്രോപ്പർട്ടി നോക്കുവാണ്. അലൈൻ ഐറ്റംസ്. അലൈൻ ഐറ്റംസ് അതിലൊന്നാമത്തെയാണ് ബേസ് ലൈൻ. അതായത് ഈ ഒരു പേരൻ്റ് വ്യൂ അല്ലെങ്കിൽ ഈ ഒരു വ്യൂവിനുള്ളിലെ കണ്ടൻറ്റുകൾ എങ്ങനെ അലൈൻ ചെയ്യണമെന്നാണ് പറയുന്നത്. ബേസ് ലൈൻ എന്ന് കൊടുത്താൽ സാധാ അതിൻ്റെ ഇനിഷ്യൽ ആയിട്ടുള്ള വാല്യൂ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ബേസ് ലൈൻ ചേഞ്ച് ആക്കി സെൻറ്റർ കൊടുത്തു. സെൻറ്റർ കൊടുത്താൽ ഹൊറിസോണ്ടലി അത് സെൻറ്റർ അലൈൻഡ് ആയിട്ട് നിൽക്കും. സെൻറ്റർ കൊടുത്താൽ അത് ഹൊറിസോണ്ടലി സെൻറ്റർ അലൈൻഡ് ആയിട്ട് നിൽക്കും. അതായത് നമ്മുടെ സ്ക്രീനിൻ്റെ നടുക്കായിട്ട് വന്നു. ഇനി ടോപ്പിൽ നിന്ന് ഈ ടോപ്പ് ടു ബോട്ടത്തിൽ സെൻറ്റർ ആയിട്ട് വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് സെൻറ്റർ ആക്കി കൊടുക്കുക. അപ്പോൾ അത് സെൻറ്ററിൽ വന്നു. ഇപ്പോൾ ഹൊറിസോണ്ടലി സെൻറ്റർ അലൈൻ ആകാനായിട്ട് അലൈൻ ഐറ്റംസ് കൊടുത്തു. വെർട്ടിക്കലി സെൻറ്റർ അലൈൻ ആകാനായിട്ട് നമ്മൾ ജസ്റ്റിഫൈ കണ്ടന്റ് കൊടുത്തു. നമുക്ക് ഇതിനകത്ത് വേറൊരു വ്യൂ കൂടെ ഉണ്ടെന്ന് വെക്കാം. അത് ബ്ലൂ ആണ്. അപ്പം മാറ്റമൊന്നുമില്ല. അതായത് അതിനുള്ളിലുള്ള രണ്ട് കമ്പോണൻറ്റും സെൻറ്റർ അലൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ അലൈൻ ഐറ്റത്തിൻ്റെ അടുത്ത വാല്യൂ കൊടുത്തേക്കാം ഫ്ലെക്സ് എൻഡ്. ഫ്ലെക്സ് എൻഡ് കൊടുത്താൽ എന്തുവാ സംഭവിക്കുക? അതിന് മുമ്പ് നമുക്ക് ജസ്റ്റിഫൈ കണ്ടന്റ് ഒന്ന് റിമൂവ് ചെയ്യാം. അലൈൻ ഐറ്റം ഫ്ലെക്സ് എൻഡ് കൊടുത്താൽ അത് റൈറ്റ് സൈഡിലേക്ക് പോകും. അതായത് എൻഡ് സൈഡിലേക്ക് പോകും. അതായത് ആ കമ്പോണൻറ്റിൻ്റെ എൻഡിലേക്കായിരിക്കും അതിൻ്റെ ചൈൽഡ് കമ്പോണൻറ്റ്സ് കാണുക. ഫ്ലെക്സ് സ്റ്റാർട്ട് കൊടുത്താലോ? ഫ്ലെക്സ് സ്റ്റാർട്ട് കൊടുത്താൽ ഫസ്റ്റ് വന്നേക്കും. അതായത് ബേസ് ലൈൻ പോലെ തന്നെ. അടുത്ത സ്ട്രെച്ച് കൊടുത്താലും മാറ്റമൊന്നും നമുക്കിപ്പോൾ കാണാനില്ല. സെയിം അതേപോലെ തന്നെയാണ് നമ്മൾ ജസ്റ്റിഫൈ കണ്ടന്റ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ അലൈൻ ഐറ്റംസിനെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ജസ്റ്റിഫൈ കണ്ടന്റ് കൊടുത്തു. ജസ്റ്റിഫൈ കണ്ടന്റ് ഒന്നാമത്തെ വാല്യൂ ആണ് സെൻറ്റർ. ഇപ്പം ജസ്റ്റിഫൈ കണ്ടന്റ് കൊടുക്കുമ്പം വെർട്ടിക്കലി അത് സെൻറ്റർ ആക്കി. അതായത് ആ കമ്പോണൻറ്റിൻ്റെ ഉള്ളിലെ
ചൈൽഡ് കമ്പോണൻസ് എല്ലാം സെൻറ്റർ അലൈൻഡ് ആക്കിയിട്ടുണ്ട് വെർട്ടിക്കലി. ഫ്ലെക്സ് എൻഡ് കൊടുത്താൽ ഏറ്റവും താഴെ വരും. ഫ്ലെക്സ് സ്റ്റാർട്ട് കൊടുത്താൽ ഏറ്റവും ടോപ്പിൽ പോകും. പിന്നെ ഉള്ളതാണ് സ്പേസ് അറൗണ്ട്. ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് അറൗണ്ട് കൊടുത്തു. സ്പേസ് അറൗണ്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ രണ്ട് കമ്പോണൻ്റ് എടുക്കും, എന്നിട്ട് അതിൻ്റെ രണ്ട് വശത്തും ഈക്വൽ സ്പേസ് ആഡ് ചെയ്യും. അതായത് ഈ പേരൻ്റ് വ്യൂവിന് എത്ര സ്പേസ് ഉണ്ടോ നമ്മൾ ഈ ചൈൽഡ് വ്യൂ അല്ലെങ്കിൽ ചൈൽഡ് കമ്പോണൻ്റ് കഴിഞ്ഞിട്ട് അതിന് എത്ര സ്പേസ് ഉണ്ടോ ആ സ്പേസിന് ഈക്വൽ ആയിട്ട് രണ്ട് സൈഡിലും ആഡ് ചെയ്യും. അതായത് ഈ ഒരു ഗ്യാപ്പ് തന്നെ ഇവിടെ ആഡ് ചെയ്യും ഈ ഒരു ബ്ലൂ വ്യൂവിന്. സെയിം അതേപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ആഡ് ചെയ്യും ഈ ഗ്രീൻ വ്യൂവിന്. അതാണ് സ്പേസ് അറൗണ്ട് ചെയ്യുന്നത്. അതായത് ആ കമ്പോണൻറ്റിന് ചുറ്റും അത് ആഡ് ചെയ്യും. അടുത്താണ് സ്പേസ് ബിറ്റ്വീൻ. എന്ന് വെച്ചാൽ നമ്മുടെ പേര് പോലെ തന്നെ സ്പേസ് ബിറ്റ്വീൻ, അതായത് ആ രണ്ട് ചൈൽഡ് കമ്പോണൻറ്റിൻ്റെ ഇടയിൽ സ്പേസ് ആഡ് ചെയ്യും. ആ വ്യൂവിന് എത്ര സ്പേസ് ഉണ്ടോ മിച്ചം എത്ര സ്പേസ് ബാക്കി കിടപ്പുണ്ടോ ആ സ്പേസ് ആ രണ്ട് കമ്പോണൻസിന് ഇടയിൽ കൊടുക്കും. അടുത്തതാണ് സ്പേസ് ഈവൻലി. സ്പേസ് ഈവൻലി കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ഇടയിലുള്ള സ്പേസ് എല്ലാം ഈവൻ ആയിരിക്കും. അതായത് ഒരേ സ്പേസ് ആയിരിക്കും ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സ്പേസും ഈ സ്പേസും ഈ സ്പേസും എന്ന് പറയുന്നത് ഈക്വൽ വാല്യൂ ആയിരിക്കും. അടുത്ത അലൈൻ ഐറ്റംസ് സെൻറ്റർ കൊടുത്താൽ സെൻറ്റർ അലൈൻ. ഇനിയുള്ളൊരു കാര്യം, നമ്മൾ പേരൻ്റ് വ്യൂവിന് ഫ്ലെക്സ് ഡയറക്ഷൻ കൊടുക്കുന്നു. ഫ്ലെക്സ് ഡയറക്ഷൻ റോ കൊടുത്തു. അപ്പം നമുക്കറിയാം അതിന് മുമ്പ് അതിൻ്റെ വിഡ്ത്ത് ഒന്ന് മാനേജ് ചെയ്യാം. വിഡ്ത്ത് ഒരു 30% കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലെക്സ് ഡയറക്ഷൻ റോ ആണ്, അതുകൊണ്ട് അത് ഹൊറിസോണ്ടലി അലൈൻ ചെയ്യും. ഇനി നമ്മൾ ജസ്റ്റിഫൈ കണ്ടന്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ കൊടുക്കുക. ഇപ്പോൾ എന്തോ സംഭവിച്ചേ? ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ കൊടുത്തപ്പോൾ അത് ഹൊറിസോണ്ടലിയാണ് സെൻറ്റർ ആയത്. പക്ഷെ നമ്മൾ കുറച്ച് മുമ്പേ കണ്ട എക്സാമ്പിളിൽ അലൈൻ ഐറ്റം കൊടുത്തപ്പോഴാണ് അത് സെൻറ്റർ ആയത്. അതിനെ മാനേജ് ചെയ്യുന്നത് ഈ ഫ്ലെക്സ് ഡയറക്ഷനാണ്. അപ്പോൾ എന്തുവാ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലെക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡീഫോൾട്ടായിട്ട് കോളമാണ്. അപ്പോൾ നമ്മൾ ഫ്ലെക്സ് ഡയറക്ഷൻ മെൻഷൻ ചെയ്തില്ലെങ്കിൽ അത് കോളമായിട്ടായിരിക്കും എടുക്കുക. കോളമായിട്ടായിരിക്കുമ്പോൾ ജസ്റ്റിഫൈ കണ്ടന്റ് കൊടുത്താൽ, ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ കൊടുത്താൽ അത് വെർട്ടിക്കലി സെൻറ്റർ ആകും. ഫ്ലെക്സ് ഡയറക്ഷൻ റോ ആണെങ്കിൽ ജസ്റ്റിഫൈ കണ്ടന്റ് കൊടുത്താൽ അത് ഹൊറിസോണ്ടലി സെൻറ്റർ ആകും. അപ്പം നമ്മൾ വെർട്ടിക്കലി സെൻറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? വെർട്ടിക്കലി സെൻറ്റർ ആക്കാൻ നമ്മൾ അലൈൻ ഐറ്റംസ് കൊടുക്കണം. അലൈൻ ഐറ്റംസ് കൊടുത്താൽ അപ്പോൾ അത് വെർട്ടിക്കലി സെൻറ്റർ ആയി. ഇനി ഈ സ്റ്റൈൽസ് എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യാം. അടുത്തുള്ളൊരു പ്രോപ്പർട്ടിയാണ് അലൈൻ സെൽഫ്. അത് നമുക്ക് ഈ ഒരു ബ്ലൂ വ്യൂവിന് കൊടുക്കാം. അലൈൻ സെൽഫ് സെൻറ്റർ കൊടുത്താൽ ആ ഒരു വ്യൂവിന് സെൻറ്ററിലേക്ക് നിൽക്കും. സെയിം നമ്മൾ ആ ഗ്രീൻ വ്യൂവിനും
അലൈൻ സെൽഫ് സെൻറ്റർ ആഡ് ചെയ്യുവാണെങ്കിൽ അതും സെൻറ്ററിലേക്ക് നിൽക്കും. ഇപ്പം ഞാൻ മാർജിൻ്റെയും പാഡിങ്ങിൻ്റെയും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏത് കമ്പോണൻറ്റിന് സ്റ്റൈൽ കൊടുക്കുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ UI മാറുന്നത്. നമ്മൾ അലൈൻ സെൽഫ് സെൻറ്റർ കൊടുത്താൽ സെൻറ്റർ ആകും. പക്ഷെ ഏതിന് കൊടുക്കണം? ഈ ചൈൽഡ് കമ്പോണൻറ്റിന് കൊടുക്കണം. പക്ഷെ നമ്മൾ ഈ പേരൻ്റ് വ്യൂവിന് അലൈൻ ഐറ്റംസ് സെൻറ്റർ കൊടുത്താൽ ഈ സെയിം സ്റ്റൈൽ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും.